നമസ്കാരം. ഇന്ന് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് സോനു സ്റ്റോഴ്സ് ആസ് ഓൺ 31st December 2000. Printing and stationery, sales, opening stock, purchases, investments, furniture, bad debts, provision for bad debts 7,000, salaries 30,000, carriage inwards 10,000, rent 19,000, debtors 90,000, creditors 50,000, cash in hand 4,000, goodwill 11,000, general expense 7,000, capital 10,000, and balance sheet total 4,47,000. അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് 47,000, ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ 10%, reduce provision for bad debts rupees 2,000, goods costing rupees 2,000 were lost by fire on 30th December, for which nothing is recoverable from insurance company. Manager is entitled to get a commission of 10% of net profit, and finally it is found that the opening stock is overcost by 10%. Question is prepare final accounts. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം ഇതെങ്ങനെയാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റവും എങ്ങനെയാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റിലാണ് വരുന്നത്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്, purchases trading account debit, investment balance sheet assets, furniture balance sheet assets, bad debts P&L debit, provision for bad debts, ട്രയൽ ബാലൻസിൽ തരുന്ന ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ക്രെഡിറ്റ് ബാലൻസ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട്. അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സും ന്യൂ പ്രൊവിഷനും ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡ് ഡെറ്റും ന്യൂ പ്രൊവിഷനായിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന പ്രോസസ്സും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സാലറീസ് പി ആൻഡ് എൽ ഡെബിറ്റ്, ക്യാരേജ് ഇൻവേർഡ്സ് ഇറ്റ്സ് എ ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്, റെന്റ് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ്, ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് അസെറ്റ്സ്, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി, ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റ് അസെറ്റ്സ്, ഗുഡ്വിൽ ബാലൻസ് ഷീറ്റ് അസെറ്റ്സ്, ജനറൽ എക്സ്പെൻസസ് പി ആൻഡ് എൽ ഡെബിറ്റ്, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. ഇത് ഇത്രയും കാര്യം നമ്മൾ മാപ്പ് ചെയ്ത് വെക്കുക. കാര്യം നമ്മുടെ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഈ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഇഫക്റ്റുകൾ എന്താണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് 47,000 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമുക്ക് കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ടിലേക്ക് ഇതിന്റെ എഫക്ട് വരാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരാം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലോ പി ആൻഡിലോ വന്നിട്ട് അടുത്ത ആസ്പെക്ട് ബാലൻസ് ഷീറ്റിലായിരിക്കാം വരുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് 47,000 ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും മാർക്ക് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ കറന്റ് അസറ്റ് ആയിട്ടും കാണിച്ചേക്കുക. ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ 10%. നമുക്കറിയാം ട്രയൽ ബാലൻസിൽ ഫർണിച്ചറിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 30,000 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ 10% എന്ന് പറയുന്നത് rupees 3,000. ഇത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതോടൊപ്പം തന്നെ ആ 3,000 രൂപ ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിൽ നിന്ന് ഡിഡക്ട് ചെയ്തേക്കുക. ഇനി റെഡ്യൂസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ₹2,000 എന്നുള്ളതാണ്. 2,000 രൂപയായിട്ട് പുതിയ പ്രൊവിഷൻ വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 7,000 രൂപയായിരുന്നു. അത് ഈ പ്രാവശ്യം പ്രൊവിഷൻ വെക്കുമ്പോഴത്തേക്കും നമുക്ക് 2,000 രൂപയെ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബൈ എന്നുള്ളൊരു ടെക്നിക്കൽ ടൈം ആയിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ന്യൂ പ്രൊവിഷൻ 5,000 ആകുമായിരുന്നു. ഇവിടെ ₹2,000 ആയതുകൊണ്ട് തന്നെ ന്യൂ പ്രൊവിഷൻ എമൗണ്ട് 2,000 ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ പ്രൊവിഷൻ ബാഡ് ഡെറ്റ്സിന്റെ കൂടെ കൂട്ടി കാണിച്ചേക്കുക പി ആൻഡ് എൽ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചേക്കുക. അടുത്ത അഡ്ജസ്റ്റ്മെന്റ്, goods costing ₹2,000 were lost by fire on 30th December. Nothing is recoverable from insurance company. നമുക്ക് എത്ര വാല്യൂന്റെ സ്റ്റോക്ക് ആണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്രയും സ്റ്റോക്ക് ആ വാല്യൂ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചേക്കുക. അതിനുശേഷമാണ് നമുക്ക് ഡിസിഷൻ വരുന്നത്
ഇത് കംപ്ലീറ്റ് നഷ്ടമാണോ, കംപ്ലീറ്റ് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ഇത് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ പാർഷ്യൽ എമൗണ്ട് ആയിരിക്കാം നഷ്ടം വരുന്നത്. അതായത് പാർഷ്യൽ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്ന ഒരു സാഹചര്യം. ഈ കേസിൽ കംപ്ലീറ്റ് എമൗണ്ടും നഷ്ടമായിട്ടാണ്. കാര്യം ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന 2000 രൂപയുടെ ഒരു ക്ലെയിമും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യമേ ആ 2000 കാണിച്ചു. നഷ്ടം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതി കളയുകയാണ്. Then manager is entitled to get a commission of 10%. ഇവിടെ നമുക്ക് ആഫ്റ്റർ കമ്മീഷനോ ബിഫോർ കമ്മീഷനോ ഒന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനേജേഴ്സ് കമ്മീഷൻ ഒഴിച്ച് ബാക്കി എന്തൊക്കെ എക്സ്പെൻസുകളാണോ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് P&L അക്കൗണ്ടിൽ, എന്തൊക്കെ ഇൻകം ആണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മൾ റഫ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഡയറക്റ്റ് 10% മാനേജേഴ്സ് കമ്മീഷൻ ആയിട്ട് എടുത്തേക്കുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. സെയിം എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കറന്റ് ലൈബിലിറ്റി ആയിട്ട് കാണിച്ചേക്കുക. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മളെ സമയത്തോളം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഓവർകാസ്റ്റ് ബൈ 10%. നിങ്ങൾ ഓർത്തോണം, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം അപ്പം 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റിൽ അവിടെ അത്രയും എമൗണ്ട് കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ കൂടിയിട്ടുണ്ട്. ആ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. ഡിഡക്ട് ചെയ്താൽ മാത്രം പോരാ, കഴിഞ്ഞ വർഷം പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ പറയുന്ന ഓവർകാസ്റ്റ് എമൗണ്ട് ഡിഡക്ട് ചെയ്യണം. അപ്പം ഓവർകാസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ കറന്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഡിഡക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. So trading P&L account of Sonu Stores as on 31st December 2000 and balance sheet of Sonu Stores as on 31st December 2000. നമ്മൾ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ഓരോ ഐറ്റവും എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന സെയിൽസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, അതുപോലെ തന്നെ ക്യാരേജ് ഇൻവേർട്സ്, പിന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്, ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയറും ഉണ്ട്. ഈ കാര്യങ്ങൾ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഞാനിവിടെ ഇന്നർ കോളത്തിലാണ് എമൗണ്ട് കാണിക്കുന്നത്. 44,000 ലെസ് overcast value 4,000. So net value 40,000 ഔട്ടർ കോളത്തിൽ കാണിച്ചിരിക്കുന്നു. അടുത്ത നമുക്ക് വരുന്നത് പർച്ചേസസ് ആണ്. പർച്ചേസസ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 1,80,000 ആണ്. വേറെ റിട്ടേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർ കോളത്തിൽ തന്നെ എഴുതി പോകാം. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ക്യാരേജ് ഇൻവേർട്സ് ആണ്. ക്യാരേജ് ഇൻവേർട്സ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ദെൻ സെയിൽസ് തന്നിരിക്കുന്നത് 2,90,000 ആണ്. ഇവിടെ റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ തന്നെ എഴുതി പോവാം. പിന്നെ നമ്മൾ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ ഉണ്ട്. ₹2,000 വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് 47,000 ആണ്. നൗ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എല്ലാ എലമെന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്
ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. 2,90,000 പ്ലസ് 2,000 പ്ലസ് 47,000. സോ 3,39,000 ആണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് 3,39,000 മൈനസ് 10,000 minus 1,80,000 minus 40,000. So you will get a gross profit of 1,09,000. So gross profit carry down 1,09,000. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ കൈ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഒന്ന് എഴുതി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവും. Now നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിനെ ബ്രോ ഡൗൺ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. So gross profit brought down 1,09,000. ഇനി നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് നേച്ചർ ഓഫ് ഐറ്റംസിനെ എല്ലാം കണ്ടുപിടിക്കണം. ഇവിടെ പി ആൻഡിൽ പറയുന്ന പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ട്. ദെൻ ബാഡ് ഡെറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാലറി ഉണ്ട്. ദെൻ റെന്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ജനറൽ എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ ഡിപ്രീസിയേഷൻ നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ന്യൂ പ്രൊവിഷൻ പി ആൻഡ് എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ലോസ് വന്നിരിക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് ഓഫ് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ ആ എമൗണ്ട് നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിൽ മാപ്പ് ചെയ്യാനുണ്ട്. ദെൻ മാനേജറിന്റെ കമ്മീഷൻ എത്രയാണോ അത് നമുക്ക് മാപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം സാലറീസ് തുടങ്ങാം. സാലറീസ് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു പോകാം. സാലറീസ് എമൗണ്ട് 30,000 ആണ്. ദെൻ റെന്റ് 19,000 ആണ്. അടുത്ത നമുക്ക് ജനറൽ എക്സ്പെൻസസ് 7,000 ആണ്. ദെൻ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 6,000 ആണ്. ദെൻ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ കംപ്ലീറ്റ് ലോസ് വന്നിരിക്കുന്നത് 2,000 നമുക്ക് എഴുതി പോകാം. ഇനി നമ്മുടെ ബാഡ് ഡെറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നർ കോളത്തിൽ വേണം എഴുതി പോകാനായിട്ട്. ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന 6,000 ആണ്. ഇനി ആഡ് ന്യൂ പ്രൊവിഷൻ നമുക്ക് 2,000 rupees ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് 8,000 ലെസ് ഓൾഡ് പ്രൊവിഷൻ 7,000 ആണ് തന്നിരിക്കുന്നത്. സോ നെറ്റ് വാല്യൂ വിൽ ബി 1,000. ഇനി നമുക്ക് ഡിപ്രീസിയേഷന്റെ കാര്യമാണ് നോക്കാനുള്ളത്. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 30,000 ആയിരുന്നു നമ്മൾ വാല്യൂ പറഞ്ഞിരുന്നത്. 30,000ന്റെ 10%. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റിക്ക് 30,000 into 10 divided by 100 amount will be 3,000. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട്
പക്ഷെ നമുക്ക് ഒരു ഐറ്റം കൂടെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. മാനേജേഴ്സ് കമ്മീഷൻ ആണ്. പക്ഷെ മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ ഈ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചെയ്യുക. നമുക്ക് 1,09,000 ആണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്യുക 1,09,000. നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിന്റെ റഫ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പി ആൻഡ് എൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളുടെ ടോട്ടൽ എത്രയുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. 30,000 പ്ലസ് 19,000 പ്ലസ് 7,000 പ്ലസ് 6,000 പ്ലസ് 2,000 പ്ലസ് 1,000 പ്ലസ് 3,000. നമുക്ക് എക്സ്പെൻസ് എല്ലാം കൂടെ 68,000 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,09,000 മൈനസ് 68,000 ആണ്. സോ 41,000 ആണ്. 41,000ന്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായിരിക്കും മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. സോ 4,100 ആണ് നമ്മുടെ മാനേജേഴ്സിന്റെ കമ്മീഷൻ ആയിട്ട് വരുന്നത്. നോക്കുക, ഇവിടെ ബിഫോർ ആഫ്റ്റർ എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മാനേജേഴ്സ് കമ്മീഷൻ റേറ്റ് ഡിവൈഡഡ് ബൈ 100 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. സോ യു വിൽ ഗെറ്റ് 4,100 ആസ് മാനേജേഴ്സ് കമ്മീഷൻ. അപ്പൊ ഇനി നമുക്ക് ബാലൻസ് ചെയ്യണം. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുള്ളതിനെ കുറിച്ച് നോക്കാം. സോ 68,000 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ 1,09,000 മൈനസ് 68,000 എന്ന് പറയുന്നത് നമുക്ക് 41,000 ആയിരുന്നു. സോ മൈനസ് 4,100. So you will get net profit as 36,900. So this amount will be transferred to capital account. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. നോ അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകണം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ദെൻ നമുക്ക് ഇവിടെ ഡെറ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഗുഡ് വിൽ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം തന്നെ, ചിലതെന്നല്ല ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം തന്നെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, ന്യൂ പ്രൊവിഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ലോസ് ഓഫ് സ്റ്റോക്ക് നമുക്ക് വരുന്നില്ല, കാര്യം കംപ്ലീറ്റ് ലോസ് ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട. മാനേജേഴ്സ് കമ്മീഷൻ നമുക്ക് ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം. പിന്നെ ഓവർകാസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാനായിട്ടുണ്ട്, സോറി ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് നോക്കിയേക്കാം. നമുക്കിവിടെ പെർമനൻസിയോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ ബേസിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് തൽക്കാലം നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് പെർമനൻസി നമുക്ക് അങ്ങനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. സോ ലൈബിലിറ്റിയിൽ ആദ്യം വരുന്നത് ക്യാപിറ്റൽ ആണ്. നമുക്ക് ഈ ക്യാപിറ്റലിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നർ കോളത്തിൽ വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 1 lakh rupees ആണ്. ആഡ് നെറ്റ് പ്രോഫിറ്റ്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 36,900 ആണ്. ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 1,36,900 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ഓവർകാസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഡ്രോയിങ്സോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുപോലെ ക്യാപിറ്റലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇല്ല. സോ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഓവർകാസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് 4,000 rupees ആണ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ, സോറി ട്രേഡിംഗ് അക്കൗണ്ടിൽ കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത്.
അപ്പോൾ അത് ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ 1,36,900 മൈനസ് 4,000 യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 1,32,900. ഇതിന് ശേഷം നമുക്ക് അടുത്ത് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ് ഒരു ലൈബിലിറ്റി ആയിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 50,000 ആയിരുന്നു. ദെൻ നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ ഉണ്ട്. മാനേജേഴ്സ് കമ്മീഷൻ 4,100 ആണ്. ഇത്രയാണ് നമുക്ക് നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസ്. നൗ കമ്മിങ് ടു അസറ്റ് സൈഡ്, നമ്മൾ പെർമനൻസിയെ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗുഡ് വിൽ ആണ് ആദ്യമേ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്ന ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഗുഡ് വില്ലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 11,000 ആണ്. ദെൻ നമുക്ക് വേറെ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ഫേർണിച്ചർ ഉണ്ട്. ഫേർണിച്ചറിന്റെ വാല്യൂ 30,000 ആണ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത് ഡിഡക്ട് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ 3,000 റുപ്പീസ് ആണ് ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത്. സോ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 27,000. അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10,000 ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. അത് ഡയറക്റ്റ് എഴുതിയേക്കുക. ദെൻ അതിനുശേഷം നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ട്. സോറി, നമുക്ക് സ്റ്റോക്ക് എഴുതിയിട്ട് സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡിലേക്ക് പോവാം. സോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 47,000 ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ദെൻ ഡെറ്റേഴ്സ് വാല്യൂ അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നർ കോളത്തിൽ 90,000 ലെസ് ന്യൂ പ്രൊവിഷൻ നമുക്ക് ന്യൂ പ്രൊവിഷൻ ആയിട്ട് 2,000 ആണ്. സോ 88,000 ആണ് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ബാലൻസ് ഷീറ്റ് എഴുതാനുള്ളൂ. ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് 4,000 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാ ഐറ്റംസും ബാലൻസ് ഷീറ്റിന്റെ എല്ലാ ഐറ്റംസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ടോട്ടൽ ചെയ്യുകയാണ്. അസറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 11,000 പ്ലസ് 27,000 പ്ലസ് 10,000 പ്ലസ് 47,000 പ്ലസ് 88,000 പ്ലസ് 4,000. സോ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 1,87,000. നമുക്ക് ലൈബിലിറ്റി കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ലൈബിലിറ്റിയുടെ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,32,900 പ്ലസ് 50,000 പ്ലസ് 4,100 ആയിരുന്നു. ഇതിനകത്തൊരു എമൗണ്ട് മാനേജേഴ്സ് കമ്മീഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4,100 ആയിരുന്നു. ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എററാണ്. സോ എമൗണ്ട് എന്ന് പറയുന്നത് 1,32,000 പ്ലസ് 50,000 പ്ലസ് 4,100. സോ ടോട്ടൽ ബാലൻസ് ഷീറ്റ് 1,87,000. സോ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും എല്ലാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അനുസരിച്ചുള്ള വാല്യൂസ് ആണ് നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എൻട്രി ചെയ്തപ്പോൾ തെറ്റിയ വാല്യൂ മാനേജേഴ്സ് കമ്മീഷൻ ആണ്. അത് 4,100 ആയിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.